അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചാൽ, ഇന്ന് കുടുംബശ്രീയിൽ നിന്ന് നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. അതിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അധികം ആളും കുടുംബശ്രീയിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ട് അത് ഞാൻ വിശദമായി പറഞ്ഞു തരാം കേട്ടോ. പിന്നെ എന്നും പറയണമായി തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് എഴുതണം കേട്ടോ. അപ്പം നമ്മളിന്ന് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്ന് ചായ കാച്ചുകയാണ്. ഇന്ന് ഇവിടെ ഇപ്പം ഉണ്ട് കേട്ടോ. ഇപ്പം വിരുന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് സാമ്പാറാണ്. അതുപോലെ തന്നെ ഉണക്കസ്രാവ് പൊരിച്ചതാണ് കേട്ടോ. നല്ല ഐറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്രാവ് പൊരിച്ചത്. അപ്പോൾ ഇന്നും പച്ചമീനാണ്. ഇന്ന് സ്രാവ് ആയിക്കോട്ടെ. അപ്പോൾ സ്രാവ് നുറുക്കിങ്ങാണ്ട് എന്ത് ചെയ്യട്ടെ, ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെക്കണം. സ്രാവിന് ഭയങ്കര ഉപ്പേക്കാരം. അപ്പോൾ ഉപ്പ് കുറയാൻ വേണ്ടിങ്ങാണ്ട് ഞാൻ എന്താ ചെയ്യൽ വെച്ചിട്ടാണ്, ഇത് നുറുക്കിയിടുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ചട്ട അതുപോലെ പേപ്പറൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പിച്ച് മുറിച്ചിട്ടിട്ട് നല്ല വെള്ളം പാർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്രാവ് തപ്പ് നല്ല കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്കിതാ സാമ്പാറാണ് വെക്കണത്. സാമ്പാർ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ എന്നും വീഡിയോ ഇടണല്ല. അപ്പം നമ്മൾ അടുക്കളയിൽ എന്താണോ ഉണ്ടാക്കുന്നത് അതാണ് നിങ്ങളെ മുന്നിലേക്ക് നമ്മൾ എത്തിച്ച് തന്നെ. അപ്പം നിങ്ങളെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം. അപ്പം ഞാൻ ഇപ്പാക്ക് ചായ കൊടുക്കാൻ പോകുമ്പോഴത്തേന് കുക്കറിൽ ലേശം പരിപ്പ് വെച്ചു. അതിക്ക് ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തിനാ ചോദിച്ചാൽ പതച്ച് പോവാതിരിക്കാനാണ്. പിന്നെ ഞാൻ കുറച്ച് കഷ്ണങ്ങൾ നുറുക്കി വെച്ചിരുന്നു സാമ്പാറിന്. ഇനി 2 ക്യാരറ്റും പാടുണ്ട് അതിലേക്ക് നുറുക്കി വെക്കാൻ കേട്ടോ. അത് നുറുക്കിയിട്ട് അതൊന്ന് കഴുകി കൊടുന്ന് വെക്കട്ടെ. പിന്നെ ലേശം വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ അവിടെ തോലൊളിച്ച് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് സാമ്പാർക്ക് ഇടാനാണ്. അങ്ങനെ ഞാൻ ഓർമ്മയില്ലാതെ കേങ്ങ് നുറുക്കിയപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിരുന്നു കേട്ടോ. സാമ്പാറിൽ നമ്മൾ വലിയ കഷ്ണങ്ങളാക്കി ഇടണം. ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടാൽ ബാബു വന്നാൽ ചോദിച്ചും ചെയ്യും എന്തെങ്ങനെ ചെയ്തത് ചോദിച്ചു. അപ്പം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയൊരു കിഴങ്ങ് എടുത്തിട്ട് അത് തോല് ചെത്താതെ സാമ്പാർക്ക് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്നലത്തെ ചോറ് ലേസം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് തിളപ്പിച്ച് ഊറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ ലേസം വെള്ളം അടുപ്പത്ത് വെച്ചാൽ ലേസം ഇട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ തിളപ്പിച്ച് ഊറ്റിയ ചോറ് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുമല്ല ഇപ്പോൾ ഫ്രിഡ്ജ് ഉണ്ടായതുകൊണ്ട് ആയിക്കാണ്ട് വെച്ചാൽ മതിയല്ലോ. ഇത്രയും ചോറ് നമ്മൾ തൊടുക്ക് ഇടുന്നത് വലിയ ഇതില്ല കാര്യമല്ല. നമ്മൾ എത്ര ചോറൊക്കെ കളഞ്ഞാലും അതിന് നമ്മൾ ഖേദിക്കേണ്ടി വരും. ഇപ്പം നമുക്ക് ഉണ്ടായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. അപ്പം ചെയ്യാതിരിക്കലാണ് നല്ലത്. നമ്മൾ ഒരു കാലത്ത് ഇടങ്ങറാവുമ്പോൾ നമുക്ക് ഈ കളഞ്ഞതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. പിന്നെ സാമ്പാറിനുള്ള കഷ്ണമൊക്കെ നുറുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒന്നായിട്ടാണ് ഇന്ന് കഷ്ണങ്ങൾ ഇടുന്നത്. കാരണം 3 കഷ്ണം മുരിങ്ങാക്കായ ഉള്ളൂ. ഇനി അതിനായിട്ട് നമ്മൾ വേറെ ഒന്നും പാടെ കത്തിച്ചണ്ടേച്ചിട്ടാണ്. ഇനി ഒന്ന് വേവേറിയാലൊന്നും കുഴപ്പമില്ല. ഞാൻ ഇന്നലെ കൊടുന്ന മുരിങ്ങാക്കായിന്ന് ലേസം അവിടെ എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. സാമ്പാറിൽ മുരിങ്ങാക്കായാണല്ലോ പ്രധാനം. അപ്പോൾ 2-3 കഷ്ണം അവിടെ എടുത്ത് വെച്ചു. ഞയ്ക്ക് ഇതുപോലെ മഞ്ഞൾപ്പൊടി മുളകും പൊടി ലേസം മല്ലിപ്പൊടി ഇടട്ടോ. മുളകും പൊടിയും കമ്മിയാക്കുക. സാമ്പാറാകുമ്പോൾ സാമ്പാർ പൊടിയാണ് കൂടുതൽ ഇടേണ്ടത്. അപ്പോൾ പുളിയും പാർന്ന് അടുപ്പത്ത് വെക്കട്ടെ. പിന്നെ തിരുമ്പാലോ ഒന്നും സോപ്പും പൊടിയിൽ ഇട്ട് വെച്ചിട്ടില്ല. ഇതാണ് രാവിലെ തന്നെ ഇട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ അടുക്കളയിട്ട് കയറിയാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. അപ്പം അങ്ങനെ മുട്ടി തിരിഞ്ഞ് നിൽക്കും. അപ്പം ഞാൻ ആദ്യം അത് ചെയ്യട്ടെ. സോപ്പും പൊടിയിലിടലും കഴിച്ചണം. അതുപോലെ തന്നെ മുറ്റടിച്ചാണ്ട് കേട്ടോ. മുറ്റടിച്ചിട്ടില്ല. നേരത്തെ തന്നെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്. പിന്നെ അതുപോലെ മഴയൊന്നും പെജ്ജുമ്പോൾ നമുക്ക് മുറ്റടിച്ചാൽ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ രാവിലെ ചെയ്തില്ലേ പിന്നെ അത് ചെയ്യലും ഉണ്ടാവില്ല. പിന്നെ നട്ടുച്ച നേരത്തൊക്കെ കാരണം ചിലപ്പോൾ നമ്മൾ മുറ്റത്ത് നിന്ന് ഇല പെറുക്കുക. ഞാൻ പിന്നെ ഏത് മഴയാണെങ്കിലും എന്ത് ചെയ്യും, ചെയ്യേണ്ട പണി അതിൻ്റേതായ നേരത്തെ ചെയ്യും. എന്നാലേണ് 9 മണിയാകുമ്പോഴത്തേന് കുളി കഴിഞ്ഞ് ഔത്തൊക്കെ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളം നല്ലവണ്ണം കാഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മളെ സാമ്പാറായിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ഇപ്പം തന്നെ എല്ലാതും ശരിയാക്കി വെച്ചാൽ പിന്നെ തോനെ കത്തിച്ചണ്ടല്ലോ. അങ്ങനെയൊക്കെയാണ് നമുക്ക് നേരം വെക്കണത്. കാരണം ഇത് കെട്ടാറി സാമ്പാറൊക്കെ നല്ല ചൂടാറിയാൽ പിന്നെ നമ്മൾ സാമ്പാർ പൊടി ഇടുമ്പോൾ പിന്നെയും തീ കത്തിച്ച് ഇതൊന്നും പാടെ ചൂടായി ഉണ്ടാകുമ്പോൾ ഒരുപാട് നേരം മെഴുകുമല്ലോ. അപ്പം നമ്മൾ സാമ്പാറിന് കത്തിച്ചപ്പോൾ നല്ല തള വന്നപ്പോൾ അതാ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാമ്പാർ പൊടി ഇട്ട് കൊടുത്താൽ പിന്നെ തോനേരം തിളക്കൊന്നും വേണ്ട കേട്ടോ. കുറച്ച് നേരം ഒന്ന് തിളച്ചാൽ മതി. എന്നാലാണ് നമ്മളെ സാമ്പാറിന് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. തോനേരം കടന്ന് തിളച്ചാൽ അങ്ങനത്തെ ടേസ്റ്റ് കിട്ടൂല. അങ്ങനെ ഞാനിനി അത് കടു പൊട്ടിച്ചിട്ടോ. അത് കടു പൊട്ടിച്ചാൽ പിന്നെ ആ വൈക്ക് നോക്കണ്ടല്ലോ. പിന്നെ നമുക്ക് കുറച്ച് പരിപാടി എന്താ വെച്ചാൽ കിഴങ്ങ് മസാല വെക്കാനാണ്. കിഴങ്ങ് ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. ഒരു മസാല കൂട്ടാൻ വെക്കൽ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. നമ്മൾ ഉപ്പേരി വെക്കാനില്ല എന്ന് പറയുമ്പോഴൊക്കെ ചിലപ്പം നമ്മൾ ഉള്ളിക്കൊട്ടയിൽ കിഴങ്ങ് അവിടെ കിടക്കും. അപ്പോൾ ആ കിഴങ്ങ് കൊണ്ട് ഒരു വട്ടം നിങ്ങൾ ഉപ്പേരി വെച്ച് നോക്കൊണ്ടു. അപ്പം ഞാൻ ഈ ലെവലിലാണ് കിഴങ്ങ് നുറുക്കിക്കുന്നത്. കുറച്ച് കനം വേണം, പക്ഷേ വലിപ്പം നല്ലോണം കമ്മിയാക്കുക.
കിഴങ്ങ് വലിയതാക്കി മുറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അതിൻ്റെ ഉള്ളിലേക്ക് മസാല തട്ടൂല. നമ്മൾ സാമ്പാറിൽ കിഴങ്ങ് ഇടുമ്പോൾ തന്നെ നിങ്ങൾ നോക്കി വെക്കൊണ്ടു അതിൽ മസാല നല്ല പൊടിച്ചിട്ടുണ്ടാവില്ല. അതാണ് മക്കൾക്കൊക്കെ അതിലിഷ്ടം. അങ്ങനെ ഞാൻ കിഴങ്ങക്ക് വലിയ ജീരകം 1 സ്പൂൺ ഇട്ടു, കടുക് ഇട്ടു, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചതും ഇട്ടു, മുളകും പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, അതുപോലെ തന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു, വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ആ മസാല നല്ലോണം വാട്ടിയെടുക്കുക. എന്നിട്ട് നമ്മളെ കിഴങ്ങ് അതിക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ലേശം വെള്ളം പാർന്ന് കൊടുത്തിട്ട് നല്ലോണം ഇളക്കുക കേട്ടോ. ഇളക്കിയിട്ട് ഒന്നും ഇങ്ങോട്ട് മൂടി വെച്ചാൽ നമ്മളെ കൂട്ടാൻ തുറക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഒരു മണം വരാൻ. അപ്പം നിങ്ങളെല്ലാവരും ഇത് വെച്ച് നോക്കണം. വെച്ച് നോക്കിയാലാണ് ടേസ്റ്റ് അറിയുള്ളൂ. എന്നിട്ട് നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഒരു ദിവസം നമുക്ക് കമൻറ്റൊക്കെ എഴുതുകൊണ്ടു. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ സ്രാവ് ഇതിൽ നിന്ന് പെറുക്കി എടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ആ പേപ്പർ അതിലുണ്ടോ നോക്കുക. അപ്പം ഞാൻ നല്ല മട്ടത്തിൽ എടുത്തിട്ട് നല്ലപോലെ കഴുകട്ടെ. പിന്നെ അതുമല്ല വീതനമൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. വീതനമൊക്കെ നിറച്ച് കച്ചറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വീതനമ വല്ലാതെ കച്ചറായാൽ നമ്മൾ പണിയെടുത്താൽ നീങ്ങനെ ഇല്ല. അങ്ങനെ മോറല്ല കുറച്ച് പാത്രങ്ങളും അങ്ങോട്ട് എടുത്ത് വെച്ചു. ഞാൻ മീൻ കായം കൂട്ടി വെച്ചിട്ടുണ്ട്. സ്രാവ് പൊരിച്ചുമ്പോൾ ലേശം മുളകും ഇതൊക്കെ ആക്കി പൊരിച്ച ഇതാണല്ലേ വെളുത്തുങ്ങാണ്ട് ഇങ്ങനെ കാണണ്ട. പിന്നെ അതല്ല പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് പച്ചമുളക് വേറെ കീറുക, എന്നിട്ട് അതിക്ക് ലേശം പുളിയിട്ട് അതൊക്കെ ആക്കിയിട്ട് പൊരിച്ച ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഏകദേശം പണിയൊക്കെ നമ്മളുടെ അടുക്കളയത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ പളക്കോളൊക്കെ ഒന്ന് തുടച്ച് വെക്കട്ടെ. പിന്നെ കുറച്ച് സ്രാവിൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു, വലിയൊരു കഷ്ണം. അപ്പം അത് അങ്ങനെ വെച്ചാണ് നാസാക്കണ്ട. എന്നാൽ നുറുക്കിങ്ങാണ്ട് അളക്കിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര ദിവസം ഇരിക്കല്ലോ. ഇത് പുറത്തിങ്ങനെ വെച്ചാൽ ചിലപ്പോൾ ഒരു പൂച്ചക്കൊരു വരലുണ്ട് കേട്ടോ. പൂച്ച അറിയാതെ ഒന്ന് അടുക്കളയിൽ കയറി എന്തെങ്കിലും ചെയ്താൽ അത് പോവും. ഭയങ്കര വിലയാണ് എന്നൊക്കെ കൊടുന്നപ്പോൾ തന്നെ പറഞ്ഞേക്കണ്. അതിലിടയ്ക്ക് നമ്മളെ കേങ്ങ് മസാല റെഡിയായി തുടങ്ങിയിട്ട് ഒന്ന് കാണിച്ച് തരട്ടെ. ഞാനൊന്ന് അപ്പുറത്തെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേങ്ങ് മസാല ഇങ്ങനെ വെള്ളം കുഴമ്പിങ്ങാണ്ടാവുമ്പോൾ എന്നാലാണ് ഇത് രസം. ദോശയ്ക്കും പറ്റും, അതുപോലെ തന്നെ ചോറ്റുക്കും ഒരു രസമാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുട്ട് ചുടണം. പുട്ട് ചൂടാൻ നോക്കുമ്പോൾ തേങ്ങ ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ അധികം പുട്ടിൽ തേങ്ങ ഇടാതെയാണ് ഇവർക്ക് ഇഷ്ടം. എന്നാൽ ഇടക്ക് പറയും തേങ്ങ ഇട്ടോളിന്ന്. അപ്പം ഞാൻ തേങ്ങ ഉണ്ട് വെച്ചിട്ടാണ് ഇന്ന് പൊടി കുഴച്ചത്. കാരണം എന്താ വെച്ചാൽ ഇപ്പാക്കാണ് പുട്ട്. അപ്പോൾ ഇപ്പം പറഞ്ഞു ഇപ്പാക്ക് പുട്ട് മതി. അപ്പം ഞങ്ങൾക്ക് ഏതായാലും ഇവിടെ ചായക്ക് കടി എടുക്കുന്നുണ്ട്. കാരണം ഉണ്ടിയും വെളിച്ചെണ്ണ പത്തിരിയൊക്കെ ഉണ്ട്. അപ്പം അതങ്ങനെ തിന്നാലോചിച്ചിട്ടാണ്. അത് നമ്മൾ അയൽവാസിയോട് നിന്ന് തന്നതാണ്ടോ. അപ്പം ഇപ്പാക്ക് രാവിലെ തന്നെ കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ പുട്ടുണ്ട്, കേങ്ങ് മസാല ഉണ്ട്, ഇന്നലത്തെ മീൻകറിയൊക്കെ ഉണ്ട്. അപ്പം ഇപ്പം പിന്നെ പാൽ ചായ കുടിച്ചൂല കേട്ടോ. ഉപ്പാക്കും ബാബുവിനൊന്നും പാൽ ചായ പറ്റൂല, കട്ടൻ ചായയാണ് പറ്റുള്ളൂ. അപ്പം നല്ല അടിപൊളി ഉണ്ടിയും വെളിച്ചെണ്ണ പത്തിരിയാണ്. അങ്ങനെ നമ്മൾ അടുക്കളയത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഷാലു വരാനായിട്ടുണ്ട്, 8:15 ആയിട്ടുണ്ട്. ഷാലു ഇപ്പം പെരയിലെത്തും. അപ്പം ഇന്നത്തെ വിഭവങ്ങൾ രാവിലത്തെ സാമ്പാറും കേങ്ങ് മസാലയും ഉണക്കസ്രാവ് പൊരിച്ചതും. സ്രാവും സാമ്പാറും നല്ല ടേസ്റ്റാണ് കേട്ടോ. പപ്പടം പൊരിച്ചതും പാടെ വേണം. അത് പിന്നെ ബാബു വരുമ്പോൾ കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ച് പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഷാലൂന് സാമ്പാറുണ്ടോ കുമ്പളങ്ങക്കറി ഉണ്ടോ അവിടെ പപ്പടം നിർബന്ധമാണ്. മോനും പറയും പപ്പടം ഉണ്ടെങ്കിൽ നന്നായിരുന്നു. പിന്നെ ഷാലൂനാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചായ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ കൊലായ്മ ഇരുന്ന് എല്ലാവരും പാടെ ചായ കുടിച്ചാണ് കേട്ടോ. അങ്ങനെ ഓൽക്ക് ഇനി മദ്രസ്ക്ക് തന്നെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓൽക്ക് അദ്ദാതുണ്ട്, നിർബന്ധമായിട്ടും പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോനൂന് സ്കൂളും ഉണ്ട്. മോനൂന് എന്താ ചോദിച്ചാൽ കോൽക്കളി ഉണ്ടായതുകൊണ്ട് ഒഴിവ് ദിവസങ്ങളിലും ഉണ്ടാവും. ആക്കെ ഇപ്പോൾ പോണത് ഇതാ 11:15 കേട്ടോ. ഓല് മദ്രസ്ക്ക് പോണത് 11:30ക്കാണ്. മജ്ലിസുന്നൂറല്ല അദ്ദാദ്. അങ്ങനെ വന്നപ്പോൾ ഇതാ ഓൽക്ക് ഓരോ പൊതി ചോറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നും നമ്മളെ ചോറ് ബാക്കിയാവും. അങ്ങനെ 2 പൊതി ബിരിയാണി കൊടുന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ എടുത്തുങ്ങാണ്ട് ഒരു പാത്രത്തേക്ക് കൊട്ടിയിട്ട് മോനൂന് തിന്നാൻ കൊടുത്തു. മോനു അങ്ങനെ സ്കൂളിൽ പോയിട്ടുണ്ട്. ഓന് ഇനി സ്കൂൾ പേരോളം അങ്ങനെ വിശന്നിരിക്കണ്ടേ. അപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓനക്ക് കൊടുത്തു. ഇനി ഷാലും ഉണ്ട്, ഇപ്പം ഞാനും ബാബു ഉണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് ചോറ് ഉച്ചക്ക് തിന്നുമ്പോൾ തിന്നാലോ. പിന്നെ എനിക്ക് ബിരിയാണിനോടല്ല കേട്ടോ വലിയ കമ്പം. മന്തി നെയ്ച്ചോറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇവർക്കാണ് ബിരിയാണി ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഇന്ന് ചോറ് ഞാൻ കുറച്ച് വെക്കി. അപ്പം ഞാൻ എന്തായിട്ട് ഇപ്പാക്ക് നേരത്തെ തന്നെ ചോറ് കൊടുത്തു കേട്ടോ. ഒന്ന് ബാബു വരാനും വഴുകി, പിന്നെ മോനും സ്കൂൾ ഇട്ടുകണ. അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാലോ 3 മണിക്കാണ് ഉച്ചച്ചോറ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ അസറിന് ശേഷം 4 മണിക്കാണ് കുടുംബശ്രീക്ക് പോയിന്ന്. കുടുംബശ്രീയിൽ നിന്ന് കിട്ടിയ സാധനം ഞങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ. എല്ലാ കുടുംബശ്രീയിൽ നിന്നും കിട്ടിയോ എനിക്കറിയില്ല. ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല ഐറ്റമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടും. ഇത് വാങ്ങണമെങ്കിൽ ഒരുപാട് പൈസ വേണം കേട്ടോ. അത് വാങ്ങലൊന്നും നടക്കൂല. പിന്നെ നമുക്ക് ഇത് പറ്റുമോ ഇല്ലയൊന്നും അറിയില്ലല്ലോ. അപ്പം വാങ്ങൊന്നും ചെയ്തിട്ടില്ല. എങ്ങനെ ആയാലും നല്ലൊരു ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല.
ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് അങ്ങനെ ബാഗിൽ വെച്ചിരിക്കുന്നു. അപ്പം എനിക്ക് തോന്നി അപ്പം അധികം ആളും കുടുംബശ്രീയിൽ ഉണ്ടാവില്ലേ, അധിക പെണ്ണുങ്ങളും കുടുംബശ്രീയിൽ ഇല്ലാതിരിക്കൂല. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കുടുംബശ്രീ ഇത്തരം അംഗമായാലും നമുക്ക് പല പ്രയോജനം ഉണ്ടല്ലേ. ഇനിയും അതുപോലെ തന്നെ കുടുംബശ്രീയിൽ എന്തൊക്കെ അനുഭവങ്ങൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾക്ക് പോക്കും ചോറും കൂട്ടാനും ബാഗും കൊടയും ഒക്കെ കൊണ്ടുപോവലും വാട്ടർ ബോട്ട് കൊണ്ടുപോവലും അസംബ്ലി ഒക്കെ ഉണ്ടാവും. ഇൻഷാ അള്ളാ അതിന് പോകണം. കാരണം ഇവിടെ പറഞ്ഞു വെച്ചിട്ടില്ല കേട്ടോ എന്നാണ് ഏതാണെന്ന്. പക്ഷെ പോക്ക് നിർബന്ധമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞമ്മക്ക് ഇതാ മെഷറൂൺ കപ്പാണ് കേട്ടോ കെട്ടിയിരിക്കണം. അതിന് നല്ലൊരു കുട്ടി സെഞ്ചൊക്കെ ഉണ്ട്. നമ്മൾ സ്വർണം വാങ്ങുമ്പോഴാണല്ലോ ഇങ്ങനെ കിട്ടുക. അത്രയും സുരക്ഷിതമായിട്ടാണ് അവൾ തന്നിക്കണത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും അങ്ങനെ ശ്രദ്ധിക്കേണ്ടി വരും. അതൊന്നും എനിക്കറിയില്ല. ഞാൻ എങ്ങനെയാലും ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിങ്ങാണ്ടാണ്. അപ്പം നിങ്ങളെ കുടുംബശ്രീയിൽ നിന്നൊക്കെ കിട്ടി ഞങ്ങളൊന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് വായിച്ചു നോക്കാനൊക്കെ പറഞ്ഞിട്ടോ കുടുംബശ്രീയിൽ നിന്ന്. എല്ലാവരും പാടാകുമ്പോൾ കുറേ ചെറുച്ചും ചെയ്തുക്കണം ഓരോന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങളിതിൽ വായിച്ച് നോക്കിയാൽ മതി. ഇതിൽ യൂസ് ചെയ്യണതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അതുമല്ല മലയാളത്തിലും എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ഒരുപാട് വായിക്കാണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2-3-4 പേജ് പോലെയാണ്. അപ്പോൾ അതൊക്കെ ഇരുന്ന് വായിച്ചു ഞാൻ. അപ്പോൾ എനിക്ക് തോന്നിയത് ഭയങ്കര യൂസ്ഫുള്ളാണെന്ന് തോന്നിയിട്ടോ. എന്തായാലും വേണ്ടില്ല, ഞമ്മക്കും കിട്ടി. ഒന്നിങ്ങനെ ഉണ്ടെങ്കിൽ ഞമ്മക്കൊന്ന് നല്ലതാണല്ലോ. നമുക്കിത് പൈസയൊക്കെ കൊടുത്ത് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ വെച്ചിട്ടാണ് ഇത് വാങ്ങിയിട്ടില്ല. എല്ലാവരും ഇങ്ങനെ പറയും വാങ്ങണത് നല്ലതാണ്. ഇപ്പോൾ ഏത് ചെറിയ കുട്ടികളാണെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. നല്ല സുരക്ഷിതമാണോ എന്നൊക്കെ പറഞ്ഞ് തന്നു. എന്തായാലും പിന്നെ ഒരു കാര്യം, പിന്നെ ഇത് ഓപ്പറേഷൻ ലോൽക്ക് മീഡിയം, പിന്നെ അതുപോലെ തന്നെ പ്രസവ ലോൽക്ക് ലാർജാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുടുംബശ്രീയിൽ തന്നെ വന്നിക്കണം. അങ്ങനെ വലുതും ചെറുതും വന്നിട്ടുണ്ട്. അപ്പം ഞമ്മക്ക് സിസേറിയനായിരുന്നു. അപ്പം ഞമ്മക്ക് ചെറുതാണ് കിട്ടിയിരിക്കണത്. അങ്ങനെ 2-3-4 ആൾക്ക് ചെറുതും ബാക്കിയുള്ളവർക്ക് വലുതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെ കുടുംബശ്രീയിൽ നിന്ന് കിട്ടിയില്ലെന്ന് എന്തായാലും നിങ്ങളൊക്കെ അറിയിക്കൊണ്ടു. അങ്ങനെ ഇനി വൈകുന്നേരത്തെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ബാബു സ്രാവ് കൊടുന്നിട്ടുണ്ട് ഉച്ചക്ക് സ്രാവ് കൊടുന്നപ്പോൾ ഞാൻ അതിൽ സുർക്ക പാർന്ന് വെച്ചിരുന്നു. നമ്മൾ സ്രാവും തെരൻ്റെയൊക്കെ എങ്ങനെ വെച്ചാലും ഒരു ജാതി ചൊയയും ചൂരൊക്കെ ആയിക്കാരം. അപ്പം നമ്മൾ ലേശം സുർക്കൊക്കെ പാർന്ന് ഉപ്പൊക്കെ ഇട്ട് കഴുകിയാൽ ആ ചൊയ ഉണ്ടാവില്ല കേട്ടോ. തെരൻ്റെ ഒന്നും ഞാൻ വെച്ചാൽ കൂട്ടിയിരുന്നില്ല. അതുപോലെ സ്രാവൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ അത് കൊടുന്നിട്ട് ഇതാ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞങ്ങാണ്ട് മസാല കൂട്ടി വെക്കുകയാണ്. എന്നാൽ പിന്നെ ചോറ് തിന്നണ നേരത്തെ നമുക്ക് ചൂടോടുക്കനെ തിന്നാലോ. എന്നാൽ പിന്നെ അത് അവിടെ ഇരിക്കില്ല. ചട്ടിയിൽ എത്രത്തോളം മീൻ ഉണ്ട്, നല്ല ചൂടില്ലതാണെങ്കിൽ എല്ലാവരും നല്ല തിന്നും. ചട്ടിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാനിതാ മീൻ പൊരിക്കാനില്ല എണ്ണ പറന്നിട്ട് വേപ്പിൻ്റെ ഇലയും വലിയ ജീരകമൊക്കെ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ മീൻ പൊരിക്കുമ്പോഴും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കുരുമുളകും ഇഞ്ചിയും ചേരുവകളെല്ലാതും കൂട്ടിയിട്ടാണ് നമ്മൾ സ്രാവ് പൊരിക്കണത്. കുറച്ച് കഷ്ണം അവിടെ എടുത്ത് വെച്ചു, കറി വെക്കാലോ എന്ന് കരുതിങ്ങാണ്ട്. അങ്ങനെ രാത്രിയിൽ ഇളയച്ചൻ വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ അടുക്കളയിൽ ഇരുന്ന് ചോറ് തിന്നാണ്. അപ്പം എനിക്ക് തോന്നി നൂൽപുട്ട് ഉണ്ടാക്കട്ടെ. ലേശം പൊടി ഞാൻ ഫ്രിഡ്ജിൽ കുഴച്ചത് വെച്ചിരുന്നു. അപ്പം എനിക്ക് നൂൽപുട്ട് ഉണ്ടാക്കി. അപ്പോൾ സാമ്പാർ എത്ര ഉണ്ടാക്കിയാലും ഇതാണ് കേട്ടോ. നല്ല ചിലവാണ് സാമ്പാറിന്, നല്ല ഇഷ്ടമാണ്. ഷാലൂനും മോനൂനും കുറച്ചും പാടെ വായിച്ചാണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ട. എല്ലാവരോടും അസ്സലാമു അലൈക്കും.